ഈ ചർച്ച, അന്തിച്ചർച്ച എന്നൊക്കെ പറയുന്ന ഈ ഡിബേറ്റ്, ഇത് രാഷ്ട്രീയത്തില് സത്യസന്ധമായി പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ധാരാളം അറിവ് കൊടുക്കുന്നു. അല്ല, ഇതിനൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വഴിയുണ്ട്. കാര്യം ഇതിനകത്ത് ഞാൻ ഒറ്റ ലൈനുണ്ട്. പണ്ടൊക്കെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെല്ലാവരും ഈ കോർണർ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകും. ഇപ്പൊ അങ്ങനെ കോർണർ യോഗങ്ങൾ പലപ്പോഴും നടക്കാറില്ല. ആ ഒരു 10 ലക്ഷം യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന തുല്യമാണ് ഒരു ചാനൽ ചർച്ച. ഫാക്ടുകൾ അല്ലെങ്കിൽ ആളുകളെ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യും. മണ്ടത്തരം പറയുകയാണെങ്കിൽ, തെറ്റായ കാര്യമാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും ആൾക്കാർ പക്ഷപാതമായി അല്ല കാര്യം അവിടെ ആളുകളെ വെച്ചിരിക്കുക. അപ്പൊ ഒന്ന്, ഈ ചർച്ച കൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം പൊതുസമൂഹത്തിന് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകളും ഇത് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമാണ് വാസ്തവത്തിൽ. അവര് പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരും അവതാരകന്മാരും എല്ലാം. അപ്പൊ വാസ്തവത്തിൽ ഈ ചർച്ചയ്ക്ക് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ അർത്ഥതലങ്ങളിലും നമ്മൾ പോരാടും. അപ്പൊ വസീഫിനെ കിട്ടിയാൽ നമ്മൾ കൊല്ലാൻ ശ്രമിക്കും. സ്വാഭാവികമാണ്. അവിടെ ഒരു കില്ലിംഗ് സ്പിരിറ്റ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, റിമോട്ട് ഇരിക്കുന്നത് ജനത്തിന്റെ കയ്യിലാണ്. അല്ല, ഏത് സമയം അവർക്ക് ഈ ഒരു രീതി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ യഥാർത്ഥത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഡയറക്റ്റ് കക്ഷത്തി വെച്ച് നടന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരുപാട് പിന്നിലാക്കിയിട്ട് ചാനൽ ചർച്ചയിലൂടെ മാത്രം മാറ്റിയാലും ഇത് ഗോപാലകൃഷ്ണന്റെ പോയിന്റ് ഓൺലൈൻ വഴി ആൾക്കാരും ഈ സുനിൽകുമാർ, ഓൺലൈൻ വഴി ഈ സുനിൽകുമാർ ആയാലും ഞാനായാലും, ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരേ കോളേജ് അംഗം നമ്മളൊക്കെ പൊതുസമൂഹത്തിന് വേണ്ടി തെരുവിൽ പോയി പോലീസിന്റെ അടിയേറ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കിയൊക്കെ വളർന്ന് രാഷ്ട്രീയത്തിൽ എത്തിയ ആൾക്കാരാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, താങ്കൾ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോഴത്തെ പ്രത്യേകത ഇതൊന്നും വേണ്ട. ഒരു തെരുവിലും പോണ്ട, ഒരു പരിപാടി സാധാരണ ആളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ട. ചാനൽ ചർച്ചയിൽ കൃത്യമായി വന്ന് ഇട്ടു വന്നാൽ അവരിപ്പോ വലിയ ലീഡേഴ്സ്. ഓൺലൈൻ വഴി നീന്തൽ പഠിച്ച ആൾക്കാരും വെള്ളത്തിലിറങ്ങി നീന്തൽ പഠിച്ച ആൾക്കാർ രണ്ടു തരം വ്യത്യാസമുണ്ട്. ഇത് ഓൺലൈനാ, ഇത് ഓൺലൈൻ വഴി നീന്തൽ പഠിക്കുക ശരിയല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.